നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാനായി ഇതാ പുറത്തേക്കിറങ്ങുന്നു. ഈ വാഹനത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന വാഹനത്തിൽ ആണ് PV അൻവർ ഈ കറുത്ത ഇന്നോവ വാഹനത്തിൽ നിയമസഭാ മന്ദിരത്തിലേക്ക് PV അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. PV അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ നീക്കത്തിലാണ് PV അൻവർ. ഇപ്പോൾ പ്രതികരണം നടത്താൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എല്ലാവരും പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ക്യാമറ വട്ടം കൂടുന്നു. പുറത്തേക്കിറങ്ങുകയാണ്. ഹോസ്റ്റലിലേക്ക് നീങ്ങുകയാണ്. അരമണിക്കൂർ കാത്തിരിക്കൂ എന്നാണ് PV അൻവർ പറഞ്ഞത്. അരമണിക്കൂർ കാത്തിരിക്കുന്നത് എന്ന് PV അൻവർ MLA പറയുന്നു. ഇപ്പോൾ PV അൻവർ MLA ഹോസ്റ്റലിൽ നിന്നും നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ്. ഒരു 3 മിനിറ്റിനുള്ളിൽ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ PV അൻവർ MLA ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തും. അവിടെ സ്പീക്കറും അല്പസമയത്തിനുള്ളിൽ PV അൻവർ MLA കാണും. PV അൻവർ MLA കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറും. സ്പീക്കർക്ക് കൈമാറിക്കഴിഞ്ഞാൽ നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെക്കുമെന്നുള്ളതാണ്. റോഷി, ഇപ്പോൾ PV അൻവർ MLA നിയമസഭയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നമുക്കൊപ്പം സുനിഷ അയ്യല്ലൂർ നിയമസഭയിലുണ്ട്. സുനിഷ, ഇപ്പോൾ PV അൻവർ MLA വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വാഹനത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ വാഹനം നമുക്ക് കാണാം. എത്തിക്കഴിഞ്ഞു. നിയമസഭയുടെ തൊട്ടു മുന്നിലേക്ക് എത്തുകയാണ്. സ്പീക്കർ എത്തിയോ നിയമസഭയിൽ? എന്തായാലും നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. 9:30 സ്പീക്കർ നിയമസഭയിലേക്ക് എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ MLA ഹോസ്റ്റലിൽ നിന്നും PV അൻവർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റോട് കൂടി തന്നെ ഇവിടേക്ക് എത്താൻ കഴിയും. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമസഭയിൽ ഈ പുസ്തകോത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലൂടെയും ഈ നിയമസഭയിലേക്ക് കടക്കാൻ കഴിയില്ല. അതായത് പ്രധാന കവാടത്തിലൂടെ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകായുക്ത വഴിയുള്ള റോഡിലൂടെ ആയിരിക്കാം അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാധ്യമപ്രവർത്തകർ നമ്മളെല്ലാവരും തന്നെ PV അൻവർ എത്തുന്ന ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 9:30 തന്നെ ഏതായാലും സ്പീക്കർ ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും നിലവിൽ ഈ PV അൻവർ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തുക എന്നതാണ്. ഈ പറഞ്ഞതുപോലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രാജി എന്ന മുൻകരുതലിലേക്ക് ഈ PV അൻവർ എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാജിക്കത്ത് കയ്യിലുണ്ടോ, ഈ സ്പീക്കർക്ക് കൈമാറുന്നത് എപ്പോൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാമെന്നതാണ്. ഏതായാലും PV അൻവർ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ വഴി വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവറിന്റെ വണ്ടി ഏതായാലും നിയമസഭാ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഈ അങ്കണത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും PV അൻവറിന്റെ വണ്ടി ലോകായുക്തയുടെ റോഡിലൂടെ കടന്നുകൊണ്ട് ഈ നിയമസഭാ അങ്കണത്തിലേക്ക് എത്തുന്ന വഴിയാണ്. ഇവിടെയാണ് സ്പീക്കർ കടന്നു വരുന്ന വഴിയാണ്. ഈ വഴിയിലേക്കാണ് PV അൻവർ എത്തുന്നത് എന്നതാണ്. ഏതായാലും 9:30 സ്പീക്കർ നിയമസഭയിലേക്ക് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ പാർട്ടി തൃണമൂലിന്റെ കേരളത്തിലെ ഒരു പ്രസക്തി എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ നമുക്കത് കഴിയട്ടെ. കോൺഫറൻസ് ഇങ്ങനെ കയറും. അദ്ദേഹം ഒരു രാജിവെക്കാൻ പോകണം. ചേട്ടാ സൈഡിലോട്ടായിക്കോട്ടെ. അറിയാലോ. അവസാന നിമിഷം വരെ നാടകീയത നിലനിർത്താൻ വേണ്ടിയാണോ ഇങ്ങനെ? നിലമ്പൂരിന് സംസാരിക്കുന്നില്ല. എല്ലാം സ്പീക്കറെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകർ കൂട്ടായി തന്നെ പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. PV അൻവർ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്.
പി വി അൻവർ അല്പസമയത്തിനുള്ളിൽ സ്പീക്കറെ കാണും. സുനിഷ ഇല്ലൂർ, പി വി അൻവർ MLA ഇപ്പോൾ സഭയിലെത്തി. കാത്തിരിക്കൂ, 10 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ പറയാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ എത്തിയോ നിയമസഭയിൽ? സ്പീക്കറെ കാത്തിരിക്കുകയാണ് വാച്ചർവാർഡെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. 9:30 സ്പീക്കറും നിയമസഭയിലേക്ക് എത്തും. ഇപ്പോൾ പി വി അൻവർ MLA നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. ഇനി സ്പീക്കർ എത്തിക്കഴിഞ്ഞാൽ ഉടൻ പി വി അൻവർ MLA സ്പീക്കറെ കാണും. സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്.